So yeah, hello everyone. Welcome to Rahil's Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേണിംഗ് തിയറീസിൽ വരുന്ന ഒരു തിയറിയാണ് ഫീൽഡ് തിയറി. ഓക്കെ, സിലബസിലോ അതുപോലെ അതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നിങ്ങൾക്ക് ഈ ഒരു തിയറി കാണാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ രണ്ട് എക്സാംസിൽ നെറ്റിന് രണ്ട് എക്സാംസിൽ ഒരുപാട് സബ്ജക്ട്സിന്റെ പേപ്പർ വണ്ണിൽ വന്നിട്ടുള്ള ഒരു തിയറിയാണ് ഫീൽഡ് തിയറി. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം കൂടി ഡിസ്കസ് ചെയ്തിട്ട് പോവാന്ന് കരുതിയത്. സോ എനിവേ ഐ സ്റ്റാർട്ട് ദ സെഷൻ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പെരിഫറൽസ് ഉള്ള ഒരു കോൺസെപ്റ്റ് ക്ലിയർ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. ഫൈൻ. ഓക്കെ, അപ്പൊ ഫീൽഡ് തിയറി. ഓക്കെ, ഇതാരെ പ്രൊപ്പൗണ്ട് ചെയ്തത്? ഇത് പ്രൊപ്പൗണ്ട് ചെയ്ത ആളുടെ പേരാണ് കേർട്ട് ലെവിൻ. ഓക്കെ, കേർട്ട് ലെവിൻ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഫീൽഡ് തിയറി എന്ന് പറഞ്ഞ ഒരു തിയറി പ്രൊപ്പൗണ്ട് ചെയ്യുന്നത്. എന്താ പറയുന്നത്? ഹ്യൂമൻ ബിഹേവിയർ ഈസ് ദി റിസൾട്ട് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദി പേഴ്സൺ ആൻഡ് ദി എൻവിറോൺമെന്റ്. അല്ലെ, അതായത് ഹ്യൂമൻ ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അത് എന്തിന്റെ റിസൾട്ട് ആണെന്നാ പറയുന്നത്? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ, ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ബന്ധം, കണക്ഷൻ ബിറ്റ്വീൻ പേഴ്സൺ ആൻഡ് ദ എൻവിറോൺമെന്റ്. അല്ലെ, അതായത് ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ ചുറ്റുപാടും ഇന്ററാക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഹ്യൂമൻ ബിഹേവിയർ എന്നാണ് കേർട്ട് ലെവിൻ തന്റെ ഫീൽഡ് തിയറിയിലൂടെ ലോകത്തോട് പറയുന്നത്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? എന്താണ് ആ തിയറി ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഫീൽഡ് തിയറി ഉദ്ദേശിക്കുന്നുള്ളത്. ഇത് മാത്രമേ ഉള്ളൂ, ഇതിന്റെ ഡെഫിനിഷൻ ആസ്പെക്റ്റിൽ ഇത് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. നമുക്ക് ഇതിന്റെ ഒരു ഫോർമുല ഉണ്ട്. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ബി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബിഹേവിയർ ആണ്. ഓക്കെ, ബിഹേവിയർ ആണ് ബി എന്ന് പറയുന്നത് കേട്ടോ. ബി ബിഹേവിയർ ആണ്. ബിഹേവിയർ ഈസ് ഈക്വൽ ടു എന്താണ്? പേഴ്സൺ ഇൻറ്റു എൻവിറോൺമെന്റ്. ഓക്കെ, അതായത് പി ഇൻറ്റു ഇ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു മനുഷ്യന്റെ ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയുടെ നീഡും മോട്ടിവേഷൻസും ആ പുള്ളിക്കാരന്റെ എബിലിറ്റീസും അതിൻ്റെ കൂടെ ഇൻറ്റു എൻവിറോൺമെന്റ്, അതായത് ആ പുള്ളിക്കാരന്റെ സിറ്റുവേഷൻസ്, സറൗണ്ടിങ്സ്. ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ബിഹേവിയർ ഉണ്ടാകുന്നത് എന്നാണ് ഈ ഒരു ഫോർമുലയിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫോർമുലയൊക്കെ നിങ്ങൾ എക്സാമിന് വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ബിഹേവിയർ ഈസ് ഈക്വൽ ടു പേഴ്സൺ ഇൻറ്റു എൻവിറോൺമെന്റ്, അത് മാത്രമാണ് ഈ ഒരു ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോട്ട് ഡൗൺ ചെയ്യുക കേട്ടോ, നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിന്റെ ഒരു എക്സ്പ്ലനേഷനും കൂടി അതിന്റെ കൂടെ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒന്ന് ബേസിക് ഡെഫിനിഷൻ ആണ്, രണ്ടാമത് ഈ ഫോർമുലയാണ്. ഇനി കീ ടേംസുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ടേംസുകൾ ഉണ്ട് എക്സാമിന്, അതും കൂടി ഞാനൊന്ന് പറയാം കേട്ടോ. അതുകൊണ്ട് ഇവിടെ കീ ടേംസ് എന്ന് പറഞ്ഞാൽ കൊടുത്തത്. ഓക്കെ, ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൈഫ് സ്പേസ് എന്നാ പറയാം. അതായത് ലൈഫ് സ്പേസ് ഈസ് ദി ടോട്ടൽ സൈക്കോളജിക്കൽ വേൾഡ് ഓഫ് എ പേഴ്സൺ അറ്റ് എ ഗിവൺ ടൈം. ഓക്കെ, അതായത് ഇപ്പം ഒരു സിറ്റുവേഷൻ, ഒരു സ്പേസ്, ആ സ്പേസ് നല്ലതാണോ അല്ലെങ്കിൽ ഈ സ്പേസ് കൊണ്ട് എനിക്ക് ഉപകാരമുണ്ടോ ഉപകാരമില്ലേ എന്ന് തീരുമാനിക്കുന്നത് ആ പേഴ്സന്റെ നീഡ്സും ഗോൾസും ഇമോഷൻസിനും അനുസരിച്ചിട്ടാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ഒരു കല്യാണത്തിന് പോവാണ്. ഓക്കെ, നമുക്ക് രണ്ട് സിറ്റുവേഷൻ എടുക്കും. ഒന്നെന്താണ്? അച്ഛന്റെ ഫാമിലിയിലുള്ള, ഫാദറിന്റെ ഫാമിലിയിലെ ഒരു കല്യാണവും അതുപോലെ മദറിന്റെ ഫാമിലിയിലെ ഒരു കല്യാണവും. ഓക്കെ, അപ്പോ എന്റെ നാട്ടിലൊക്കെ ഞാൻ എന്റെ സ്ഥലം കണ്ണൂരാണ്. നമുക്ക് മദറിന്റെ ഫാമിലിയായിരിക്കും കുറച്ചുകൂടി വേറെ കണക്ഷൻ ഫാദറിന്റെ ഫാമിലിയെ കാട്ടി. പക്ഷെ ചില സ്ഥലത്ത് വ്യത്യാസമായിരിക്കും. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മദറിന്റെ പിന്നെ ഫാമിലിയിലെ ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്പേസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ കാരണം വെച്ചാൽ എനിക്ക് ആ ഒരു സ്പേസിൽ പോയിട്ട് ഇരിക്കാനും വേണ്ടി ഞാൻ ഡിസൈർ ചെയ്യുന്നുണ്ട്, എനിക്ക് മോട്ടിവേറ്റഡ് ആണ്, എനിക്ക് അവിടെ അതിൻ്റെ ഒരു നീഡാണ് എന്നൊക്കെയുള്ള ഒരു ആസ്പെക്റ്റിലാണ്. പക്ഷേ ഫാദറിന്റെ ഫംഗ്ഷൻ, അവരുടെ ഫാമിലി ഫംഗ്ഷനിൽ പോകുന്ന സമയത്ത് എനിക്ക് വലിയ മോട്ടിവേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്പേസിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു സ്പേസിന്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പേഴ്സന്റെ നീഡും ഗോൾസും ഇമോഷൻസിനും അനുസരിച്ചിട്ടാണ്. ആ ഒരു വ്യക്തിക്ക് ആ സ്പേസിനോട് വലിയ നീഡോ വലിയ ഇമോഷൻസോ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ആ സ്പേസ് കൊണ്ട് എന്തല്ല വലിയ കാര്യമില്ല. ആ ഒരു എൻവിറോൺമെന്റ് സെറ്റപ്പ് കൊണ്ട് ആ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഒന്നും ആ പുള്ളിക്കാരന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റും ആ ഒരു സ്പേസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്.
അതാണ് ഫസ്റ്റ് ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് വെക്ടർ. ഓക്കെ, വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ ഷോസ് ദി ഡയറക്ഷൻ ആൻഡ് സ്ട്രെങ്ത് ഓഫ് മോട്ടിവേഷൻ ടുവാർഡ്സ് എ ഗോൾ. അതായത് നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള നമ്മുടെ ഡയറക്ഷനും അതുപോലെ സ്ട്രെങ്ത്തും. ഓക്കെ, ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മുടെ ബിഹേവിയർ ഈസ് മൂവിങ്. നമ്മുടെ ബിഹേവിയർ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനും വേണ്ടി ഡയറക്റ്റഡ് ആണോ, ആ ഗോള് നിശ്ചയിച്ചിടത്തേക്ക് തന്നെയാണോ എൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള വ്യക്തി പോകുന്നത് എന്നാണ് ഈ ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ ആ ഡയറക്ഷൻ എത്രത്തോളം സ്ട്രോങ് ആണ്. ഞാൻ അധ്യാപകനാകാനും വേണ്ടി എഫേർട്ട് എടുക്കുകയാണ്, എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ ഉണ്ട്. UG കഴിഞ്ഞു, PG കഴിഞ്ഞു, PhD എടുക്കണം. സ്ട്രെങ്ത് എന്ന് പറയുന്ന സമയത്ത് ഈ ഓരോ സമയത്തും ഞാൻ എത്രത്തോളം അതിൽ ആ മോട്ടിവേഷനിൽ സ്ട്രോങ് ആണെന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഓവറോൾ വിളിക്കുന്ന ഒരു പേരാണ് വെക്ടർ എന്നാട്ടോ അതിന് പറയാം. അതായത് ഡയറക്ഷനും അതിലേക്ക് എത്താനുള്ള സ്ട്രെങ്ത്തും, അത് രണ്ടും ഒരുമിച്ചിട്ട് നമ്മൾ വെക്ടർ എന്നാണ് പറയാം. അണ്ടർസ്റ്റുഡ്? അതാണ് വേറൊരു കോൺസെപ്റ്റ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ഇത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എക്സാമിന് വരിക. നിങ്ങൾ ഡിഫിക്കൽട്ടി ലെവൽ എന്നൊക്കെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ പേപ്പർ 1 കാണുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു തിയറിയുടെ ഇൻഡെപ്തിലേക്ക് അവർ പോകുന്നുണ്ട്. അതായത് എക്സാമിനർക്ക് അവരുടേതായ ഒരു വേ ഓഫ് ഗിവിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം അവർ ചിലപ്പോൾ ഇതുപോലെ ഇൻഡെപ്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഇതുപോലെ ഇൻഡെപ്തിലേക്ക് കാര്യങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊന്നും മിസ് ഔട്ട് ആവരുത്, നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യാം. ഇനി എന്താണ് ലാസ്റ്റ് 2 കീ ടേംസുകളാണ്. ഒന്ന് വാലൻസ് ആണ്. വാലൻസ് എന്ന് പറയുമ്പം അട്രാക്റ്റീവ്നെസ് ഓർ റിപ്പൾസീവ്നെസ് ഓഫ് ഗോൾ. ഓക്കെ, അട്രാക്റ്റീവ്നെസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഒരു ഗോൾ അച്ചീവ് ചെയ്യാനാണ് നമ്മുടെ ത്വര. റിപ്പൾസീവ്നെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ റീപ്പൾസീവ് എന്ന് പറയുന്ന സമയത്ത് നമുക്കത് ചെയ്യാതിരിക്കാനുള്ള ഒരു ഇഷ്ടം, അത് ചെയ്യണ്ട, അത് വേണ്ട, അത് ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ വാലൻസിൽ 2 തരത്തിലുള്ള വാലൻസ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് വാലൻസും നെഗറ്റീവ് വാലൻസും. അതായത് പോസിറ്റീവ് വാലൻസ് എന്ന് പറയുമ്പോൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എപ്പോഴും ഒരു ത്വര ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സക്സസും റിവാർഡും പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. നമ്മൾ ഡിസയർ ചെയ്യും ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി. നെഗറ്റീവ് വാലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, എനിക്കൊരു ഡിസയർ ഉണ്ടാവില്ല. കാരണം ആ ഗോളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം ഫെയിലർ ആയിരിക്കാം, ചിലപ്പോൾ പണിഷ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യും ആ ഒരു ഭാഗത്ത് ഉണ്ടാവുന്നതാണ് ഈ ഒരു വാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിന്റെ 2 തരത്തിലാണ്, പോസിറ്റീവ് വാലൻസ് ഉണ്ട്, അതുപോലെ നെഗറ്റീവ് വാലൻസ് ഉണ്ട്. പിന്നെന്താണ് ബാരിയർ. ബാരിയർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യാനും വേണ്ടി നമുക്ക് ഒബ്സ്റ്റാക്കിൾ ആയിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതുപോലെ സപ്പോർട്ട് ഇല്ലായ്മ. ഇപ്പം ചിലർക്ക് തീരെ ഇമോഷണൽ സപ്പോർട്ട് ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും നമ്മുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനും വേണ്ടി. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഓൺ മോട്ടിവേഷന്റെ ഒരു പ്രശ്നം. ചില ആൾക്ക് എന്താണ്, വെറും ഈ മോട്ടിവേഷൻ ഇതറിയാലോ, ഡിസിപ്ലിൻ ഈസ് ബെറ്റർ ദാൻ മോട്ടിവേഷൻ. അത് എവിടെ ആയാലും നമ്മള് ഇപ്പം ഞാൻ നെറ്റിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തതിന് ഫസ്റ്റ് തീരുമാനിച്ചൊരു കാര്യമാണ്, ഡെയിലി എന്താണ് വലിയ സംഭവമാക്കിയിട്ട് വീഡിയോ ഇറക്കുക എന്നുള്ളതല്ല, പക്ഷെ ഡെയിലി എന്തെങ്കിലും ഒരു ഇൻസൈറ്റ്സ് കൊടുക്കുക. എൻ്റെ ക്ലാസ് കേൾക്കുന്ന അല്ലെങ്കിൽ ഇതിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരാൾക്ക് ഡെയിലി കുറച്ച് കുറച്ച് കോൺസെപ്റ്റുകൾ പറഞ്ഞു കൊടുക്കുക. അതാണ് എൻ്റെ ഒരു ഒബ്ജക്റ്റീവ്, ടു ബി വെരി ഹോണസ്റ്റ് പേഴ്സണലി. ബിക്കോസ് ഐ ഡു ബിലീവ് ഇൻ ഡിസിപ്ലിൻ റദർ ദാൻ മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, വന്നു പോകും, ഡിസിപ്ലിൻ വിൽ സ്റ്റേ. ഓക്കെ, ഇതാണ് അപ്പൊ 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടേംസുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കാം. അപ്പൊ ഇതാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഈ ഭാഗമൊന്നും അങ്ങനെ സിലബസിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ പറയുന്ന കുറച്ച് ടേംസുകൾ ഒന്ന് എഴുതി വെക്കുക, ഇൻ കേസ് വന്നാലോ. ഓക്കെ, യാ, സോ ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ ക്ലാസ്. അപ്പോൾ നിങ്ങൾ ഐ ഹോപ്പ് യു ഹാവ് റിട്ടൺ ഓൾ ദി പോയിന്റ്സ്. ഈ പറഞ്ഞ കുറച്ച് പേരുകളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്, ഈ വാലൻസ്, വെക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നോട്ട് ഡൗൺ ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, യാ, സോ യാ, നമ്മൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്നും ഒരുപാട് പേര് ജോയിൻ ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. You will have definitely you will get a lot of benefit from the WhatsApp group. We'll have a lot of discussions. We'll have a lot of study groups. We'll share the PDFs, links, and everything. So please be part of the WhatsApp group. Yeah. So that's all about today. Thank you.